ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWalk മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. പെരുന്നാൾ ദിനത്തിൽ ശുദ്ധവായു ശ്വസിക്കാനായി സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് പ്രദേശവാസികൾ കടുത്ത ദുരിതത്തിലായത്. ഹൈക്കോടതി ഉത്തരവിന്റെ മറവിൽ നാട്ടുകാരുടെ ജീവനും ആരോഗ്യത്തിനും യാതൊരു വിലയും നൽകാതെയാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നതെന്ന് ജനങ്ങൾ കുറ്റപ്പെടുത്തി. വീട് വന്നോക്കട്ടെ, തല കറങ്ങിയിട്ടും ഛർദിക്കാൻ വന്നിട്ടും ആരോടാ പറഞ്ഞു. പ്ലാന്റിൽ നിന്നും അസഹനീയമായ ദുർഗന്ധം കാരണം വീടുകളിലും പള്ളികളിലും ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. പെരുന്നാൾ ദിനത്തിലെ പ്രത്യേക പ്രാർത്ഥനകൾ പോലും നടത്താൻ കഴിയാതെ വന്നതോടെയാണ് ജനങ്ങൾ ഒത്തുകൂടി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ വിവരമറിഞ്ഞ് ചേലക്കര MLA UR പ്രദീപ് സ്ഥലത്തെത്തി. അദ്ദേഹത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തുകയും പ്രദേശത്ത് കടുത്ത ദുർഗന്ധമുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് പരിശോധനയ്ക്കെത്തിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ദുർഗന്ധമില്ലെന്ന നിലപാട് സ്വീകരിച്ചത് ജനങ്ങളെ പ്രകോപിപ്പിച്ചു. ഇതോടെ നാട്ടുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ ശക്തമായ വാക്കുതർക്കമുണ്ടായി. ഞാൻ പറയട്ടെ, ഈ നിമിഷത്തില് എനിക്ക് മണം ഫീൽ നിങ്ങളിരിക്കണത് അപ്പൊ നിങ്ങളെ മറുപടികൾ കൊടുക്കും ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തിൽ വലുതായിരിക്കും. ഈ വർത്താനം ആവില്ല ഇനി പറയുന്നത്. ബുദ്ധിമുട്ടുകൾ പ്രായമുള്ള ആളുകളുടെ എത്ര കാലം ഇത് തുടങ്ങിയിട്ട് ആൾക്കാരൊക്കെ പൊട്ടന്മാരാണോ? ഞങ്ങൾക്ക് പ്രതിഷേധമാക്കണേ. ഉദ്യോഗസ്ഥരുടെ ഇത്തരം നിലപാടുകൾ കാരണം തങ്ങൾക്ക് നീതിയുക്തമായ ഒരു ഉത്തരവ് ലഭിക്കില്ലെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി പ്രവർത്തിക്കുന്ന ഈ മാംസമാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് ശാശ്വതമായി നിർത്തിവെക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ ആവശ്യപ്പെട്ടു. ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇത് തുടക്കത്തിൽ തന്നെ ഇത് ജനങ്ങൾക്ക് വളരെ ദോഷകരമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ പല പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് ഈ സമയത്ത് വന്നപ്പോൾ പല ഭാഗത്തേക്കും പല രീതിയിലും പല സ്ഥലത്തും മണ്ണുണ്ടായിട്ടുണ്ട്. അത് നമ്മളതിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനൊക്കെ അതിൻ്റെ രേഖാമൂലം ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് കാലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA അടക്കം ഈ പ്ലാന്റ് സന്ദർശിച്ചു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ രൂക്ഷമായ മണാണ് പ്ലാന്റിൻ്റെ ഉള്ളിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ പ്രവർത്തനം അത് നിർത്തിവെച്ച് അതിൻ്റെ അധികാരികൾ അത് നിർത്തിവെക്കണമെന്നാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നായാലും അത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് അറിയിക്കാനുള്ളത്. ഇത് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ തുടരാൻ കഴിയില്ല എന്നാണ് അറിയിക്കാനുള്ളത്.